പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 27-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെഫന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. സെഫന്യ ചാപ്റ്റർ 3 വേഴ്സ് 15 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യനായ ഒരു ദൈവദാസനായിരുന്നു സെഫന്യ. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഏകദേശം 3-ാം അധ്യായം 8-ാം വാക്യം വരെയും ശക്തമായ താക്കീതുകൾ, ദൈവത്തിന്റെ കോപാഗ്നി, ദൈവത്തിന്റെ ന്യായവിധി, ഇവ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകാൽ അന്ത്യകാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായും ശക്തമായും നേരിട്ട് പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരുവൻ. അങ്ങനെ ഇസ്രയേൽ ജനത്തിന് വേണ്ട താക്കീതൊക്കെ ചെയ്തിട്ട് പറയുകയാണ്, ആ കൂട്ടത്തിൽ നിന്നും ഒരു കൂട്ടം ദൈവകോപത്തിൽ നിന്നും ഒഴിയപ്പെട്ടവരായി ദൈവകൃപയോടെ വരും. അങ്ങനെയുള്ള സകല നാവിനെയും അനുഗ്രഹിച്ച് ദൈവിക കോപത്തിൽ നിന്നും ഒഴിവാക്കി അവരെ സ്വർഗത്തിന്റെ പദ്ധതി പ്രകാരം അനുഗ്രഹിക്കും. അതെ, അവരുടെ ഇടയിൽ നിന്നുള്ള സകല ന്യായവിധിയെയും മാറ്റും. അവർക്ക് വരേണ്ടുന്ന അനർത്ഥങ്ങളെ തമ്പുരാൻ മാറ്റും. അവരുടെ മധ്യേ സ്വർഗത്തിലെ ദൈവം ഇരിക്കും. അങ്ങനെ അവർ ഏറ്റവും ധന്യരായിത്തീരും. ഇന്നത്തെ വാഗ്ദത്ത വചനം വായിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, 3 അധ്യായമുള്ള ഈ ചെറിയ സെഫന്യ പ്രവാചകന്റെ പുസ്തകം മുഴുവനും, അതായത് 3 അധ്യായവും വായിക്കണം. അപ്പോൾ മാത്രമേ ഇന്നത്തെ വാഗ്ദത്ത വചനമായ 3-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ മാറ്റ് എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റും എന്തെല്ലാം സംഭവിച്ചാലും, ഏതെല്ലാം വിധങ്ങളിൽ നമുക്കെതിരെ ആളുകൾ പ്രവർത്തിച്ചാലും പറഞ്ഞാലും ഇടപെട്ടാലും, നാം ഓരോരുത്തരും, അഥവാ ഞാനും നിങ്ങളും സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അനുഗമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിന്ദയെയും പ്രശ്നത്തെയും പ്രതികൂലത്തെയും മാറ്റി നമ്മുടെ മധ്യേ നമ്മോട് കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു ദൈവം ഉള്ളിടത്തോളം കാലം ഞാനും നിങ്ങളും എന്തിനെയാണ് ഭയക്കുന്നത്, എന്തിനെയാണ് പേടിക്കുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്? ഇതിന്റെ ഒന്നും ആവശ്യം ഒരു ദൈവ പൈതലിന് ഇല്ല. കാരണം എന്നോട് കൂടെ എന്റെ അവസ്ഥയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എന്റെ അനർത്ഥങ്ങളെയും ന്യായവിധികളെയും മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എന്റെ മധ്യേ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ കുഞ്ഞിന്റെ കൂടെ, എന്റെ മകന്റെ കൂടെ, എന്റെ ജോലി സ്ഥാനത്ത്, എന്റെ ആത്മീയ ശുശ്രൂഷയിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സമസ്ത കാര്യങ്ങളിലും കൂടെ ഇരുന്ന് എനിക്ക് വരേണ്ടുന്ന അനർത്ഥങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമുക്കെതിരെ അനർത്ഥങ്ങൾ പദ്ധതിയിട്ടും നിരൂപിച്ചും പലരും പല വിധങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരെ പലരെയും, നമ്മുടെ പല മിത്രങ്ങളെയും ശത്രു തന്റെ കൈക്കുള്ളിലാക്കി പല വിധങ്ങളിൽ
പ്രവർത്തിക്കുകയാണ്. അതിനകത്തിലൊന്നും നാം ഭാരപ്പെടേണ്ട. സകലവും തമ്പുരാന്റെ കരങ്ങളിൽ വെക്കുക. കാരണം നമ്മുടെ അനർത്ഥങ്ങളെ മാറ്റുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, പൊരുതുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്നോട് അവർ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും എന്നോട് അവർക്ക് ഈ നിലയിൽ പ്രവർത്തിപ്പാൻ തോന്നിയല്ലോ എന്നൊക്കെ മാനുഷിക വേദനകൾ താൽക്കാലികമായി നമ്മളെ അലട്ടിയേക്കാം. എന്നാൽ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ഓർക്കണം. സകലവും, അതെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നിടത്തോളം കാലം ഒന്നും നമ്മളെ അലട്ടുകയില്ല, ബാധിക്കുകയില്ല. നമുക്ക് സകലവും നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഇസ്രയേൽ ജനത്തെ ശപിക്കുവാൻ ബാരാക്ക് ബിലയാമിനെ കൊണ്ടുവന്നുവെങ്കിൽ, അതെ, ഒരു പൈസ പോലും ഇസ്രയേൽ ജനത്തിന് മുടക്കില്ലാതെ അനുഗ്രഹം വാങ്ങിയവരാണ് അവർ. പ്രിയമുള്ളവരെ, നമുക്കെതിരെ ആരൊക്കെ ഏതെല്ലാം നിലകളിൽ പ്രവർത്തിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, അവരുടെ നന്മയെ, അവരുടെ വളർച്ചയെ, അവരുടെ വിവാഹത്തെ, അവരുടെ കുടുംബജീവിതത്തെ, അവരുടെ പഠനത്തെ, അതെ, ഏതെല്ലാം നിലകളിൽ ബാധിക്കത്തക്കവണ്ണം സംസാരിച്ചാലും ഇടപെട്ടാലും പ്രവർത്തിച്ചാലും അവയെല്ലാം നന്മയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന നിങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ, അത് മക്കളുടെ വിഷയം, ജോലി വിഷയം, വിസയുടെ വിഷയം, ഭവനത്തിന്റെ വിഷയം, മാതാപിതാക്കളുടേത്, വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളുടേത്, വിവാഹപ്രായം എത്തിയിരിക്കുന്ന ആൺമക്കളുടെയും പെൺമക്കളുടെയും വിഷയങ്ങൾ, കുടുംബജീവിതം തകർന്ന അവസ്ഥയിൽ ഒരു വേർപിരിയലിന്റെ അറ്റത്ത് എത്തി നിൽക്കുന്ന ചില കുടുംബജീവിത പ്രശ്നത്തിൽ വ്യാകുലപ്പെടുന്നവർ എന്നു വേണ്ട സമസ്ത വിഷയങ്ങളെയും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. നമ്മുടെ അനർത്ഥങ്ങളെ മാറ്റുന്ന ഒരു ദൈവം, നമ്മുടെ പ്രശ്നങ്ങളെ നീക്കിത്തരുന്ന ഒരു ദൈവം, നമ്മുടെ മധ്യയെ വസിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളെയും അനർത്ഥങ്ങളെയും എടുത്തു മാറ്റി ധന്യമായ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ദൈവകൃപ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. അങ്ങനെ കർത്താവിന്റെ മഹത്വം അറിയുവാൻ അനേകർ നമ്മെ കണ്ട് നമ്മിലുണ്ടായ വലിയ വിടുതലും മാറ്റവും അറിഞ്ഞ് കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനും കർത്താവിന്റെ പാത പിന്തുടരുവാനും നമ്മുടെ ജീവിതം അനേകർക്ക് മാതൃകയും സാക്ഷ്യവുമാകട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാപങ്ങളും ദോഷങ്ങളും ന്യായവിധികളും നേരിടേണ്ടി വന്ന ഇസ്രായേൽ ജനം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ തമ്പുരാൻ അവരോട് വാഗ്ദത്തം ചെയ്യുന്നു, നിങ്ങളുടെ മധ്യേ ഇരിക്കും, മാത്രമല്ല നിങ്ങളുടെ അനർത്ഥങ്ങളെ ഞാൻ മാറ്റിത്തരും, നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞ സകല പ്രതികൂലങ്ങളെയും ഞാൻ ഇല്ലാതാക്കി നിങ്ങളുടെ മധ്യേ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാ. അപ്പാ, ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഞങ്ങളെ കൊണ്ടത് മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ സകല പ്രശ്നങ്ങളും സകല അനർത്ഥങ്ങളും ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി മാറ്റുന്ന ദൈവം ജീവിക്കാൻ സ്തോത്രം. ആ ദൈവം ഇന്ന് പകൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മകളെയും വിശ്വാസികളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, ഞങ്ങളുടെ മധ്യയെ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദിനമാക്കി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ.
പ്രിയ ദൈവമക്കളെ, നമ്മോട് കൂടെ നമ്മുടെ പ്രശ്നങ്ങളിലാവട്ടെ, നമ്മുടെ ഏത് അവസ്ഥയിലുമാവട്ടെ, നമ്മുടെ മധ്യേ വസിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വചനത്തിൽ കൂടെ ഉറപ്പ് ലഭിച്ചാൽ അതിനപ്പുറത്ത് എന്താണ് നമുക്ക് വേണ്ടത്? അതുകൊണ്ട് നമ്മുടെ സകല ഭാരവും ചിന്താകുലങ്ങളും വിഷമതകളും അത് ആരെ ചൊല്ലിയും എന്തിനെ ചൊല്ലിയും എത്രമാത്രമുള്ളതുമായിക്കൊള്ളട്ടെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ അടിയുറച്ചു വിശ്വസിച്ച് ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.